ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ എടുത്തെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഹഫ്സ മെഹറിൻ, മുഹ്സൈന ഹാഫി പറയൂ. ഓക്കെ. നമ്മള് 27ാമത്തെ തമ്പരീനകത്ത് തുടങ്ങിയിരുന്നു. ലാസ്റ്റ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞു തോന്നില്ല. ഇനി ഫോർത്ത് തമ്പരീനാണോ എടുക്കാനുള്ളത്? ആണോ? ഇതാരൊന്നും മിണ്ടാത്ത. ലാസ്റ്റ് ഏതുവരെ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, ഫോർത്ത് തുടങ്ങാം. ഫോർത്ത് ആണെന്ന് തോന്നുന്നു. പേജ് നമ്പർ 29. പേജ് നമ്പർ 29, ഫോർത്ത് ആക്ടിവിറ്റി. ഓക്കെ, അവിടുന്ന് തുടങ്ങാം അല്ലേ? പേജ് നമ്പർ 29, ഫോർത്ത് ആക്ടിവിറ്റി ആണ്. ജസ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കൂ. ഫോർത്ത്, കവ്വിൻ മിനൽ കലിമാത്തിൽ ആത്തിയത്തി ജുമലി മുഅല്ലഫത്തിൻ ഫി ഫിഅലി ഫാഇലി വൽ മുലായിമി ലഹു. അതാണ് ഉള്ളത്. അല്ല, ഫായില് നമ്മള് ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ അല്ലെ? ഫായില് നമ്മൾ ചാപ്റ്റർ എത്തിയിട്ടില്ലല്ലോ. ഇല്ലല്ലോ, എത്തിയിട്ടില്ല. അപ്പൊ ഓക്കെ. അപ്പൊ ഇനി ലാസ്റ്റ് ഇനി ഏതാ ചെയ്യാനുള്ളത് ആക്ടിവിറ്റി? ഏത് ആക്ടിവിറ്റിയാ ചെയ്യാനുള്ളത്? വർക്കായിട്ട് തന്നിരുന്നു ലാസ്റ്റത്തത്. അതേതാണ്? ഏതാ വർക്കായിട്ട് തന്നിരുന്നത്? ഏറ്റവും ലാസ്റ്റത്തതാണോ? 7th ആണോ? 7th. സെവൻത്തിൽ ഏത്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? സെക്കൻഡ്. സെക്കൻഡ്. അപ്പൊ നമ്മൾ ഇനി തേർഡ് മുതലാണ് എടുക്കാനുള്ളത് അല്ലെ? നെഹ്റ്, അസദും നെഹ്റും അല്ലെ? ഓക്കെ. അത് ചെയ്തോ? അസദ് വെച്ചിട്ട് ചെയ്ത് നോക്കിയോ? ചെയ്ത് നോക്കിയിരുന്നു. ശരി. അത് നിങ്ങളത് എഴുതിയൊന്ന് പറയൂ. അസദ് വെച്ചിട്ട് എഴുതിയതൊന്ന് പറഞ്ഞു നോക്കൂ. അസദ് വെച്ചിട്ട് നമ്മൾ എഴുതിയതൊന്ന് പറഞ്ഞു നോക്കൂ. എന്ത് വേണമെങ്കിലും പറ്റും. അസദ് എന്താണ്? സ്റ്റാർട്ടിങ് അസദ് ആവണം. അതന്നെ ഉള്ളു അല്ലേ? അക്കല അസദ് മൗലു ആണ്. മൗസു. ഏഹ് അക്കല അസദ് മൗസുൻ. അസദ് ഫസ്റ്റ് വരണം. അപ്പൊ നമ്മള് അസദ് അക്കലാന്ന് കൊടുക്കാം. അസദ് അക്കല മൗസുൻ. മൗസോ? ബനാന അല്ലെങ്കിൽ എന്താ കൊടുക്ക? ലംഹ് കൊടുക്ക. ഇറച്ചി. ലംഹ് പറഞ്ഞ എന്താ? ഇറച്ചി. ഇറച്ചി. ഓക്കെ. നമ്മൾ എന്ന് പറയുമ്പോ ഫസ്റ്റ് എന്ത് വരണം? അസദ് എന്നുള്ള വേർഡ് വരണം. അതാണ് ഉള്ള നിബന്ധന. ഓക്കെ. അസദ് വെച്ചിട്ട് എന്ത് വരണം? 5 ജുംല ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തെന്താ? അടുത്തത് പറയൂ. അറിയുന്നതൊക്കെ അത് പറയാം. നെക്സ്റ്റ്. ഞാൻ മലയാളം പറയാം, നിങ്ങളത് അറബിയിലേക്ക് മാറ്റാൻ നോക്കുവോ? ഓക്കെ. സിംഹം കാട്ടിൽ നിന്നും പുറത്തു വന്നു. The lion came out of the forest. അല്ല, ഹറജാണ് പുറത്തു വരിക. ഹറജ.
വന്നു എന്ന് പറഞ്ഞപ്പോ പുറപ്പെട്ടു. പുറത്തു വന്നു എന്നാണ്, പുറത്തു വന്നു. കെയിം ഔട്ട് എന്നാണ് പറഞ്ഞത്. ഖറജ അസ്സദു. അൽ അസദു, ഫസ്റ്റ് നമുക്ക് അസദു കൊടുക്കണം. അൽ അസദു. ഖറജ നിന്ന് എന്ന് പറയുമ്പോ മിനൽ. അല്ല, മിനൽ എന്നാണ്. മിനൽ നിന്ന് എന്ന് പറയില്ലേ. ഫി പറയുമ്പോ ഇൽ എന്നാണ് മീനിങ് വരിക. ഇൻ എന്നുള്ള മീനിങ്. ഇത് ഓഫ് ദ എന്നാണല്ലോ. ഓഫ് ദ മിന, നിന്ന് എന്ന് പറയില്ലേ. മിനൽ ആബത്തി. ആബ പറഞ്ഞാൽ എന്താ? കാട്. ഗൈനാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? കിട്ടിയല്ലോ? ആദ്യം അസദ് വരണം. അസദ്, അല്ല അസദു ഹറജ മിനൽ ആബത്ത്. ഓക്കെ. നെക്സ്റ്റ് ഞാൻ അതിന്റെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷോ പറയാം, നിങ്ങളത് നോക്കൂട്ടോ. അസദ്, അതായത് സിംഹം കാട്ടിലൂടെ നടക്കുന്നു, നടന്നു. കാട്ടിലൂടെ നടന്നു എന്നുള്ള മഷാന്നാണ്. മഷാന്നാണ് നടന്നു എന്ന് പറയാ. മഷാന്നാണ് എന്ത് പറയാ? നടന്നു എന്നുള്ളതിന് പറയാ. കാട് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താ കാടിന്? ഓബയാണ്. അതെ അതെ, ഓബാന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. മഷ. ഇനി പറഞ്ഞു നോക്കൂ. അൽ അസദു. ഒന്ന് പറഞ്ഞു നോക്കൂ. അൽ അസദു മഷ നടന്നു. മലയാളം നടന്നു. സിംഹം കാട്ടിലൂടെ നടന്നു. അപ്പൊ കാട്ടിൽ ഇൽ എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് വരിക? ഇൽ എന്ന് പറയുമ്പോ ഫി അല്ലേ. അപ്പൊ അൽ അസദു, അസദ്, അൽ മഷ, മഷ നടന്നു അല്ലെ. അൽ അസദു മഷ, അസദ് നടന്നു. ഫിൽ ല്ലേ. എവിടെയാണ്? നമ്മൾ കാടിന്റെ മീനിങ്ങും പറഞ്ഞു. എവിടെയാണ്? ഫിൽ ആബ, കാട്ടിലൂടെ നടന്നു. ഓക്കെ. അങ്ങനെ ഞാൻ അതിന്റെ സഹായമായിട്ടുള്ള വേർഡ്സ് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ കണക്ട് ചെയ്തിട്ട് പറയാൻ വയ്ക്കും. അടുത്തത് നോക്കാം. ഒന്നും കൂടെ ഞാൻ അതിന്റെ പറഞ്ഞുതരാം. സിംഹം വെള്ളം കുടിച്ചു. ദ ലയൺ ഡ്രാങ്ക് വാട്ടർ. കുടിച്ചു എന്നുള്ളതിന് എന്താ? ശരിബ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് നിക്ക്. അസദ് പറഞ്ഞു നോക്കൂ. ശരിബ കുടിച്ചു. എന്താണ്? എന്താ വെള്ളത്തിന് പറയാ? ഓക്കെ. അപ്പൊ എങ്ങനെയൊന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ഒന്ന് കണ്ടെത്തി നോക്കൂ. അസദു ശരീബ എന്ത് കുടിച്ചു? അൽമാ, വെള്ളം കുടിച്ചു. ഓക്കെ. ഇത്ര ചെറിയ ചെറിയ വേർഡ്സ് മതി. സെന്റൻസ് ഉണ്ടാക്കിയാൽ മതി. ഒരു 3 എണ്ണം വരുന്ന രീതിയിലുള്ള. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ അതിന്റെ ഉണ്ടാക്കാൻ നോക്കൂട്ടോ. മാനിന് എന്താ അറബിയിൽ പറയാ? മാന് അറിയോ? മാന് എന്നുള്ളതിന് ലൊബിയ്. ലൊബിയ്. ലൊബിയ് എന്ന് വെച്ചാൽ മാന്. കണ്ടു. സിംഹം ഒരു മാനെ കണ്ടു. ഒരു മാൻ കണ്ടു. പറഞ്ഞാൽ എന്താ? കണ്ടു എന്നാണ്. ഒന്ന് കൂട്ടി നോക്കൂ. സിംഹം മാനെ കണ്ടു. ഒന്ന് കൂട്ടി നോക്കൂ. പറഞ്ഞാൽ കണ്ടു. അൽ അസദു ആരെ കണ്ടു? ആരെ കണ്ടത്? വെരി ഗുഡ്. അൽ അസദ് ഇത്ര തന്നെ ഉള്ളു. നെക്സ്റ്റ് അടുത്തത് സിംഹം മരത്തിനടിയിൽ ഉറങ്ങി. ദ ലയൺ സ്ലെപ്റ്റ് അണ്ടർ ദ ട്രീ. സിംഹം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാം?
ഉറങ്ങുക, ഉറങ്ങി എന്നുള്ളതിന് എന്താ പറയാ? നാമ. നാമ എന്നാണ് ഉറങ്ങി എന്നുള്ളതിന് പറയാ. തഹത്ത പറഞ്ഞാൽ അണ്ടർ, അടിയിൽ എന്ന് പറയുമല്ലോ. തഹത്ത, അടിയിൽ. മരത്തിന്റെ അറിയാലോ നിങ്ങൾക്ക്. മരം എന്നുള്ളതിന് എന്താ പറയാന്ന് അറിയാലോ. ആ ഷജറ. ഓക്കെ, ഇനി അതൊന്ന് കൂട്ടി നോക്കൂ. ഫസ്റ്റ് അസദ് വരണം. ഒന്ന് കൂട്ടി നോക്കൂ. അൽ അസദു ആ അതെ. അൽ അസദു നാമ തഹത്ത ഷജറ. ഇപ്പൊ കഴിയുന്നുണ്ടോ? നമ്മളൊരു മലയാളം പറയുമ്പോ അത് ജസ്റ്റ് അതിന്റെ സഹായം, അതായത് ടഫ് വേർഡ്സ് കിട്ടിയാൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ്. അപ്പൊ നമ്മൾ 5 ആയല്ലോ അല്ലെ? ഏകദേശം 5 ആയല്ലോ. 5 സെന്റൻസ് ആണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതുപോലെ ആണ്. ഹാത്തി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 7th 3rd ക്വസ്റ്റ്യൻ ആണ്. ഹാത്തി ഹംസ ജുമല്, 5 ജുമല ഉണ്ടാക്കാനാ പറയുന്നത്. മൗലൂഇൽ നെഹ്ർ, നെഹ്ർ, നെഹ്ർ പറഞ്ഞ എന്താ? പുഴ. പുഴ. തബ്തദിഉ, പുഴ വെച്ചു തുടങ്ങുന്ന 5 വേർഡ്സ്, സെന്റൻസ് ഉണ്ടാക്കണം. അത് എങ്ങനെ? കുല്ലു ജുംലത്തി മിൻ ബിഫിഇലി മുളാരി. അത് എങ്ങനത്തതായിരിക്കണം? എങ്ങനത്തെ ഫിഇലായിരിക്കണം? ഫിഇല് പ്രസന്റ് ടെൻസ് അല്ലെ? ഫിഇല് മുളാരി ആയിട്ടുള്ള ജുംലയാവണം. നമ്മൾ നേരത്തെ പറഞ്ഞത് മാളിയാണ് കേട്ടോ. കാരണം ഉറങ്ങി, കുടിച്ചു, നടന്നു, കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? മാളിയാണ്. ഇവിടെ എന്താ പറയുന്നത്? മുളാരി ആയിട്ടുള്ള സെന്റൻസ്, വേർഡ്സ്, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക നോക്കാം. ഞാൻ നിങ്ങൾക്ക് അറബി പറയാം, അല്ല മലയാളം പറയാം, നിങ്ങൾ അത് അറബിയിലേക്ക് നോക്കാം, ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സെന്റൻസ്, പുഴ ഒഴുകുന്നു. പുഴ ഒഴുകുന്നു. യജിരി പറഞ്ഞാൽ എന്താ? ഒഴുകുന്നു. ജാറാനാണ്, അത് യജിരി. നെഹ്ർ എന്താണ്? മുസക്കറാണോ മുഅന്നസാണോ? പറയോ? അല്ലെ, നെഹ്ർ മുസക്കറാണ്. മുസക്കറാണ്. അപ്പൊ നമുക്ക് ഇവിടെ ജറ എന്നുള്ളതിന് തജിരി എന്നാണോ കൊടുക്കുക, യജിരി എന്നാണോ കൊടുക്കുക? തജിരി. അല്ല, നെഹ്ർ മുസക്കറാണ്. മുസക്കർ ആവുമ്പോൾ യാ ആണോ വരിക, ത ആണോ വരിക? യാ. അതെ, യാ. നമ്മള് മുലാരി എന്ന് പറയുമ്പോ ഫസ്റ്റ് ആദ്യം വരുന്ന 4 അക്ഷരങ്ങളുണ്ട്. ആ, നീ, യ, തി. നമ്മൾ അനിയത്തി എന്നുള്ള ഒരു ഷോർട്ടിൽ നമ്മൾ പഠിച്ചു. അതില് യാ എന്ന് പറയുമ്പോൾ യാ, യവൻ എന്ന് ഓർത്താ മതി. താ പറയുമ്പോ താത്താന്ന് അങ്ങനെ ചിരിച്ചാ മതി. അപ്പൊ ഇവിടെ മുസക്കർ ആവുമ്പോ എന്താണ്? യാ, യാ ആണ് വരിക. ഓക്കെ, അപ്പൊ എന്താവും? ജറ എന്നുള്ളത് എന്താവും? യജിരി എന്നാവും. ഓക്കെ, അപ്പൊ യജിരി അൻ നെഹ്റു. നമുക്ക് ഫസ്റ്റ് നെഹ്റു വരണം അല്ലെ? നെഹ്റു വരണം എന്നാണ്. തബ്തദി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരണം എന്നാണ്. സ്റ്റാർട്ടിങ്ങിൽ വരണം എന്നാണ് പറയുന്നത്. അപ്പൊ യജിരി അൻ നെഹ്റു എന്നാവും വരിക. ഓക്കെ, നെക്സ്റ്റ്. നദി വലുതാകുന്നു. ദ റിവർ ബിക്കംസ് ബിഗ്. എങ്ങനെ പറയാ? വലുതിന് എന്താ പറയാ? വലുതിന്, വലുത് എന്നുള്ളതിന് എന്താ പറയാ? കബീർ. ഓക്കെ, ഏറ്റവും വലുത് എന്നുള്ളതിന് എന്താ പറയാ? ഏറ്റവും വലുത് അക്ബർ. വെരി ഗുഡ്. അതെ, അക്ബർ. ഓക്കെ, അക്ബർ എന്നാണ് ഏറ്റവും വലിയവൻ നമ്മൾ പറയല്ലോ, അള്ളാഹുവിന്റെ വിശേഷണമല്ലോ. അപ്പോൾ അത് നമ്മള് നെഹ്ർ എന്ന് പറയുമ്പോൾ മുസക്കർ ആണ് എങ്കിൽ അത് എങ്ങനെ കൊടുക്കും? കബീർ എന്നുള്ളത് എങ്ങനെ ആക്കും? എങ്ങനെ വരിക? ഫസ്റ്റ് നമുക്ക് എന്താ കൊടുക്കേണ്ടത്? യാ കൊടുക്കണം അല്ലെ? നെഹ്ർ ആയത് കൊണ്ട് തന്നെ യാ കൊടുക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കുക? നമ്മളത് കബീർ എന്നുള്ളത്
പേര് മുള്ളാരിയിലേക്ക് മാറ്റുമ്പോൾ അതെങ്ങനെ കൊടുക്കുക? അത് മുസക്കർ ആവുമ്പോൾ, മസ്കുലൈൻ ആവുമ്പോൾ എങ്ങനെ കൊടുക്കുക? പറഞ്ഞോക്കൂ. أكبر യക്ബർ, വെരി ഗുഡ്. എന്താണ് യക്ബറുൻ? അന്നഹ്റു എങ്ങനെ വരിക? അന്നഹ്റു യക്ബറു, അന്നഹ്റു യക്ബറു. നെക്സ്റ്റ്, നദി കടലിലേക്ക് എത്തുന്നു. എങ്ങനെ പറയാ? നദി കടലിലേക്ക് എത്തുന്നു. എത്തുക എന്നുള്ളതിന് എന്താ പറയാ? സ്വിൽ എന്നാണ് പറയാ. സ്വിൽ, സ്വ ലാം അല്ലേ, സ്വിൽ. അപ്പോൾ അതെന്താകും? മുലാരിയിലേക്ക് മാറ്റുമ്പോ അതെങ്ങനെയാവും? ആ പറയൂ. യസ്വിലു എന്നാവും. അതെ, യാ ആണല്ലോ വരിക. നെഹർ മുസക്കർ ആയത് കൊണ്ട് തന്നെ യസ്വിലു എന്നാണ് വരിക. ഓക്കെ, അപ്പൊ അൻ നെഹ്റു. അപ്പൊ പറഞ്ഞു നോക്കൂ, അൻ നെഹ്റു. يسير البحر النهر يسير അല്ല, ഫസ്റ്റ് നമുക്ക് നെഹ്റു വരണം. കാരണം നെഹ്റു തുടങ്ങണമെന്ന് ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് നെഹ്റു തന്നെ വേണം. ഓക്കെ, അപ്പൊ അൻ നെഹ്റു യസ്വിലു. ആ, ലേക്ക് എന്ന് പറയുമ്പോ എങ്ങനെ വരിക? ചു لا ആ, ഇലൽ. ആ, ഇലൽ. إلى കടലിൽ البحر എന്താ പറയാ? ആ, بحر ബഹർ. അതന്നെ, അൻ നെഹ്റു അല്ലെ. അൻ നെഹ്റു യസ്വിലു ഇലൽ بحر ബഹ്റി. നെക്സ്റ്റ്, നദി ചെടിക്ക് വെള്ളം നൽകുന്നു. അല്ലെങ്കിൽ വാട്ടർ ചെയ്യുക, വാട്ടറിങ് ഉണ്ടല്ലോ, നനക്കുന്നു. നദി ചെടിയെ നനക്കുന്നു എന്ന് പറയാം. നനക്കുക എന്നുള്ളതിന് എന്താ പറയാ? അത് അതിന്റെ മാലി സഖിയ എന്നാണ്. സഖി എന്നാണ് നനച്ചു എന്നുള്ളതിന് പറയാ, സഖി. അങ്ങനെയെങ്കിൽ അതുപോലെ ചെടിക്ക് എന്താ പറയാ? ഒരു ചെടിക്ക് എന്താ പറയാ? നബത്ത്. അറിയാലോ അല്ലെ? ഒരു ചെടിക്ക് നബത്ത്. അപ്പൊ ചെടികൾ എന്ന് പറയുമ്പോ നബാത്ത്, നബാത്ത് എന്നാണ് വരിക, അതിന്റെ ജമ. അപ്പൊ ഒന്ന് കൂട്ടി നോക്കൂ. സക്കാന്നാണ് മാലി. അങ്ങനെയെങ്കിൽ മുള്ളാരി ആവുമ്പോ അതിന്റെ എന്ത് മാറ്റാണ് വരിക? പറയൂ. يسقي അൻ لنا നെഹ്റു. ആ അതന്നെ, വെരി ഗുഡ്. ഒന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് കൂട്ടി നോക്കൂ. അൻ നെഹ്റു النهر يسقي യസ്ഖി. ആ, എന്തിനെയാണ്? نبات അതന്നെ, യെസ്. അൻ നെഹ്റു യസ്ഖി അന്നബാത്ത്. ഓക്കെ, നെക്സ്റ്റ്, ഫിഫ്ത്ത് അല്ലെ. നദി ആളുകൾക്ക് ഉപകാരപ്പെടുന്നു. ദ റിവർ ബെനിഫിറ്റ്സ് പീപ്പിൾ. എങ്ങനെ പറയാം? നഫ്യ എന്നാണ് എന്ത് പറയാ? നഫ്യ, ബെനിഫിറ്റ്സ് എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പ്യൂപ്പിൾ എന്ന് പറയുമ്പോ എന്താവും അതിന്റെ അറബി? പ്യൂപ്പിൾ, ആളുകൾ എന്ന് പറയുമ്പോ إنسان نفسه إنسان നാസ്. നാസ് പറഞ്ഞാൽ ആളുകൾ. ഓക്കെ, ഇനി അതൊന്ന് ഇട്ട് നോക്കൂ. ഫസ്റ്റ് നെഹ്റു വരട്ടെ. അൻ നെഹ്റു النهر ينفع യൻഫഉ. ആ, الناس അതന്നെ. അൻ നെഹ്റു. നെഹ്റ എന്താവുന്നു? ينفع യൻഫഉ. എന്താണ്? അതെന്തായി? യൻഫഉ എന്നായി അല്ലെ? ഓക്കെ, നാഫിഉ എന്നൊക്കെ പറയില്ലേ, അതേപോലെ യൻഫഉ, ഉപകാരം, ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയും. ആർക്ക്? അന്നാസ്, ആളുകൾക്ക്. ഓക്കെ, കിട്ടിയല്ലോ അല്ലെ? എന്നാലും ചെറിയ എന്തൊക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നുണ്ടോ? മലയാളം കിട്ടിയാൽ അത് ജസ്റ്റ് അതിന്റെ ചെറിയ ചില വേർഡ്സ് ഒക്കെ കിട്ടിയാൽ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൊരു തോന്നൽ വന്നില്ല ഇപ്പോ. അത് മതി. എന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശരിയായിക്കോളൂ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ.
സെവൻത്തിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹാത്തി ഹംസ ജുമലത്ത അമ്ര. ഹാത്തി എഴുതാനാണ്. ഹംസ ജുമല 5 ജുമല എഴുതാനാണ് പറയുന്നത്. അമ്ര എങ്ങനത്തെ അമ്രാണ് എഴുതാനുള്ളത്. ഇപ്പൊ നമ്മള് മാലി എഴുതി, മുലാരി എഴുതി, ദെൻ എന്താണ് എഴുതാനുള്ളത്? അമ്രാണ് ട്ടോ. അമ്രാണ് നമുക്ക് എഴുതാനുള്ളത്. അത് എങ്ങനത്തെ അമ്ര എന്നാ പറയുന്നത്? എങ്ങനത്തെ അമ്രാണ്? ഫിഹാ തിൽമീസൻ, കുട്ടികൾക്കുള്ളതാണ് അല്ലെ. കുട്ടികൾക്ക് ബി ഹംസ അഅ്മാലൻ തർത്തീബു റത്തത്തബിത്ത് അല്ലെ ബിൽ മുദരിസ മദ്രസത്താണ്. അതായത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ നമ്മള് ഉപയോഗിക്കുമല്ലോ കുട്ടികളോട്. സ്കൂളിൽ കുട്ടികളോട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്തുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട 5 കമാൻഡ്സ് എഴുതാനാണ് പറയുന്നത്. നമ്മൾ കുട്ടികളോട് പറയില്ല ഇരിക്കൂ, വായിക്കൂ, എഴുതൂ എന്നൊക്കെ. നമ്മളൊരു അറബി ക്ലാസ് എടുക്കുമ്പോൾ അത്തരം വേർഡ്സ് ഒക്കെ നമ്മൾ അറബിയിലാണ് അവരോട് പറയേണ്ടത്. അപ്പൊ അതിന്റെ വേർഡ്സ് അത് അമ്രാണ് അല്ലെ. കമാൻഡ്സ് ആണല്ലോ. നമ്മൾ അമ്ര എന്ന് പറഞ്ഞാൽ എന്താ? കമാൻഡാണ്. നമ്മള് അവരെ ആജ്ഞാപിക്കുക എന്ന് പറയല്ലോ. അപ്പൊ അത്തരം സ്കൂളിൽ നമുക്ക് കുട്ടികളോട് ഉപയോഗിക്കാവുന്ന കുറച്ച് അമ്രാണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ നിങ്ങളത് മലയാളം പറയാൻ, നിങ്ങളത് അറബിയിലേക്ക് ആക്കാൻ നോക്കുക. സ്കൂളിൽ നേരത്തെ വരിക. സ്കൂളിൽ നേരത്തെ വരിക. കം ടു സ്കൂൾ ഏർലി. ഹാളിർ എന്നാണ് എന്ത് പറയാ? പ്രസന്റിന് പറയാ ഹാളിർ. അത് അമ്രിലേക്ക് മാറ്റി വെക്കൂ. എങ്ങനെ? അമ്രിലേക്ക് മാറ്റുമ്പോ എന്താ വരിക? എങ്ങനെയാവുന്നത്? ഇഹ്ലർ. വെരി ഗുഡ്. ഇഹ്ലർ എന്നാവും. ഹാളിർ എന്താവും? ഇഹ്ലർ. ആ നേരത്തെ എന്നുള്ളതിന് ഏർലി എന്ന് പറയുമ്പോൾ മുബക്കിറൻ എന്നാട്ടോ വരിക. മുബക്കിറൻ. അപ്പൊ എങ്ങനെയാ വരിക? ഇഹ്ലർ. എവിടെയാ വരേണ്ടത്? എവിടെ എത്തേണ്ടത്? ഇലൽ മദ്രസത്തി. അതന്നെ, ഇലൽ പറയുമ്പോ ലേക്ക്, സ്കൂളിലേക്ക്. ഇഹ്ലർ ഹാജരാവുക അല്ലെങ്കിൽ എത്തുക. കം എത്തുക. ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്, സ്കൂളിലേക്ക് എത്തുക. എപ്പോ, എങ്ങനെ എത്തണമെന്നാ പറയുന്നത്? പറയൂ. മുബക്കിറെ. നമ്മൾ നേരത്തെ പറഞ്ഞു മുബക്കിറ എന്ന് പറഞ്ഞാൽ നേരത്തെ. ഇഹ്ലർ ഇലൽ മദ്രസത്തി മുബക്കിറൻ. സ്കൂളിൽ നേരത്തെ വരിക. കിട്ടിയല്ലോ. അടുത്തത് ലിസൺ ടു ദ ടീച്ചർ. ഇതൊക്കെ നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് പറയാനുള്ളതാട്ടോ. പഠിച്ചു വെച്ചോളൂ. ലിസൺ ടു ദ ടീച്ചർ. അതെന്താവും വരിക? അതൊക്കെ നമുക്കറിയാം. ഇവിടെ ശ്രദ്ധിക്കുന്ന നമ്മളെങ്ങനെ കുട്ടികളോട് പറയാം? അതൊക്കെ നമുക്ക് കേട്ട് ശീലമുള്ളതാണ്. എങ്ങനെയാ നമ്മൾ അറബി ടീച്ചേഴ്സ് അല്ലെങ്കിൽ അറബി മാസ്റ്റൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു? ശ്രദ്ധിക്കൂ അറിയില്ല. ലിസൺ ലിസൺ എന്ന് പറയല്ലോ. അതെങ്ങനെയാ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ഇസ്തമിയ. ഇസ്തമിയ എന്നാണ് പറയാ കേട്ടോ. സമീഅ അത് എന്തായി? ഇസ്തമിയ. ഇസ്തമിയ ഇലൽ മുഅല്ലിം. ലിസൺ ടു ദ ടീച്ചർ. അതെ 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 അതെ. അത് ലിസൺ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് നമ്മള് അത് അമ്രിലേക്ക് മാറ്റുമ്പോ ഇസ്തമിയ എന്നാവും. ഇസ്തമിയ ഇലൽ മുഅല്ലിം. നെക്സ്റ്റ്, പാഠം നന്നായി എഴുതുക. റൈറ്റ് യുവർ ലെസൺ നീറ്റ്ലി. എന്താണ് എഴുതുക എന്നുള്ളതിന് പറയാ? വെരി ഗുഡ്. കത്തബയാണ്. കത്തബ എന്തായി? ഉക്തുബ് അല്ലെ. എഴുതുക, നീ എഴുതുക അല്ലെ. ഉക്തുബ് എഴുതുക. എന്ത് എഴുതുക? പാഠത്തിന് എന്താ പറയാ? ദർസക്കാൻ. ദർസക്കാൻ ഇന്റെ പാഠം അല്ലെ. നീറ്റ്ലി നന്നായി എഴുതുക എന്നുള്ളതിന് എന്താ പറയാ? അത് നമ്മൾ കുട്ടികൾക്ക് പറയണ, ഇടക്കിടക്ക് പറയേണ്ട ഒരു വാക്കാ. ഗുഡ് ഗുഡ് എന്ന് അറിയില്ലേ? അത് അറബിയിൽ എന്താ പറയാ? ജയ്യിദ്. എങ്ങനെ? ജയ്യിദ്. ഗുഡ് എന്ന് അറിയാലോ.
ജയ്യിദൻ. ഉക്തുബ് ദർസക ജയ്യിദൻ. നെക്സ്റ്റ്, റീഡ് ദ ബുക്ക് ഡെയിലി. اقرأ ഡെയിലി. ആ, ഇഖ്റ. അതെല്ലാവർക്കും നന്നായിട്ട് അറിയാലേ. ഇഖ്റ. ആ, ഇഖ്റ പറഞ്ഞ എന്താ? വായിക്കുക അല്ലെ? ആ, റീഡ്. ആ, എന്താ വായിക്കേണ്ടത്? എന്താ വായിക്കേണ്ടത്? ബുക്ക്. كتاب അതിന് ബുക്കിന് എന്താ പറയാ? ആ, ഇഖ്റഅൽ കിതാബ. ആ, ഡെയിലി എന്നുള്ളതിന് എന്താ പറയാ? യൗമി എന്നാട്ടോ പറയാ. ഡെയിലി എന്നുള്ളതിന് യൗമിയൻ. യൗമിയൻ എന്നാണ് ഡെയിലി, ദിവസവും എന്നുള്ളതിന്റെ മീനിങ്. ഇഖ്റഅൽ കിതാബ യൗമിയൻ എന്നാണ് വരിക. നെക്സ്റ്റ്, ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കുക. نظف ഉം. ആ, നളിഫ് പറഞ്ഞ ക്ലീൻ ആക്കുക എന്നാണ്. സൂക്ഷിക്കുക എന്നുള്ളത് എന്താ പറയാ? സൂക്ഷിക്കുക എന്നുള്ളതിന് ഹഫില എന്നാണ് സൂക്ഷിക്കുക എന്നുള്ളതിന് പറയാ. എന്താണ് ഹഫില? ഹഫില എന്താവും? احفظ ഇഹ്ഫൽ. അതന്നെ, ഇഹ്ഫൽ. ഇഹ്ഫൽ വൃത്തി. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഞലാഫ. ഞലാഫത്ത് എന്താ പറയാ കേട്ടോ? ഞലാഫത്ത്. ഇഹ്ഫൽ നലാഫത്തി എന്തിനാണ്? എവിടെയാണ്? ക്ലാസ് മുറിക്ക് എന്താ പറയാം? صف ക്ലാസ് റൂം. ആ, അല്ല. ആ, ഓക്കെ. ഇവിടെ നമുക്ക് ഏറ്റവും നല്ലത് ഫസ്വല്ലാണ്. ഫസ്വല് മതി. സ്വാദാണ്. ആ, ഫസ്വല്. ഫസ്വല് എന്ന് വെച്ചാൽ ഫസ്വില് കേട്ടോ. ഫസ്വില് വെച്ചാൽ ക്ലാസ് റൂം. ഇഹ്ഫൽ നലാഫത്തി അൽ ഫസ്വൽ. കിട്ടിയല്ലോ അല്ലെ? അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മളെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഈ ഒരു ആക്ടിവിറ്റിയോട് കൂടിയിട്ട് നമ്മളെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം എത്ര ചാപ്റ്റർ എടുത്തു? 3 ചാപ്റ്റർ എടുത്തു. ഫസ്റ്റ് ജുംല മുഫീദ, പിന്നെ നമ്മൾ ഇസ്മ ഫേല് ഹർഫ് എന്താന്ന് അതിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് സെക്കൻഡ് ചാപ്റ്റർ. ദെൻ തേർഡ് ആണ് ഈ ചാപ്റ്റർ. അതില് ഇസ്മ എന്താ നമ്മൾ ഫസ്റ്റത്തെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചു. ഫെയിലിന്റെ 3 ഇനങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഓക്കെ, ഫെയിലിന്റെ 3 ഇനങ്ങൾ. ഹർഫ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഫി, അല, അൻ, ബി, അല. ഓക്കെ, അപ്പോ ഫെയില് മാലി എന്താന്നും മുലാരി എന്താന്നും അമ്ര എന്താന്നൊക്കെ ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ? ഒരു മാലി കിട്ടിയ അത് ഒന്നില്ലെങ്കിലും ആ ഒരു ഫെയില് കണ്ടത് മാലിയാണോ മുലാരിയാണോ എന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം. മാലിയാണോ മുലാരിയാണോ അമ്രാണോ, ആദ്യം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനെങ്കിലും പറ്റണം. പിന്നെ എന്ത് ചെയ്യാം? നമുക്കൊരു ഫെയില് കിട്ടിയാൽ ആ ഫെയിലിനെ മാലിയിൽ 4 ടൈപ്സ് ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ കത്തബ എന്ന് പറയുമ്പോ കത്തബ അത് മാലിയാണ്. ഞാൻ എഴുതിന്ന് എങ്ങനെ പറയാ? കത്തബത്തു അല്ലെ? കത്തബത്തു. ആ ഒരു ടേബിൾ ഓർമ്മ ഉണ്ടല്ലോ? ആ ടേബിള് മാലി മുലാരി എഴുതിയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് വരച്ചെഴുതിണ്ടായിരുന്നല്ലോ. കത്തബത്തു, കത്തബത്ത്. കത്തബത്ത് പറയുമ്പോൾ അവൾ എഴുതി. കത്തബത്ത് എന്ന് പറയുമ്പോൾ അവൾ എഴുതി. കത്തബിന പറയുമ്പോൾ ഞങ്ങൾ എഴുതി. ഓക്കെ, ഇനി അത് മുലാരിയിലേക്ക് മാറ്റുമ്പോ എങ്ങനെയാണ്? ഈ ഞായും ആയും ഇതൊക്കെ എന്താവും? ഫസ്റ്റില് വരും അല്ലെ? മാലി ആവുമ്പോ ലാസ്റ്റിക്കാണ് വരിക അതിന്റെ മാറ്റങ്ങള്. മുലാരി ആവുമ്പോ അതിന്റെ മാറ്റങ്ങള് ആദ്യത്തെ 4 അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ആ നീയത്തി എന്ന് പറയുന്ന ആന്ന് വരുമ്പോ അന, ഞാൻ എന്ന് പറയുമ്പോ ഞങ്ങൾ എന്നുള്ള മീനിങ് അല്ലെ? നെക്തുബു, അക്തുബു പറഞ്ഞാൽ ഞാൻ എഴുതുന്നു. നെക്തുബു പറഞ്ഞാൽ ഞങ്ങൾ എഴുതുന്നു.
പിന്നെ എന്താണ് അനി യാ പറയുമ്പോ യക്തുബു. യക്തുബു എന്ന് പറയുമ്പോ എന്താണ് അവൻ എഴുതുന്നു. നമ്മൾ പറഞ്ഞു അവൻ എഴുതുന്നു. തക്തുബു എന്ന് പറയുമ്പോ എന്താണ് താ പറയുമ്പോ ആരാവും അവൾ അല്ലെ, അവൾ എഴുതുന്നു. അങ്ങനെയാണ് അതിന്റെ. പിന്നെ അമ്രിൽ നമ്മൾ എന്താ കത്തബാന്നാവുമ്പോ ഉക്തുബ് എന്നാവും അല്ലെ, എഴുതൂ. നല്ലറ പറഞ്ഞ ഉള്ളുർ, ഇങ്ങോട്ട് നോക്കൂ. ഇസ്തമിയം, ശ്രദ്ധിക്കൂ അല്ലെ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 4th ചാപ്റ്ററിലേക്ക് പോവാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 20 വേർബ്സ് എടുക്കുക, ഫെയിൽ എടുക്കുക. 20 കത്തബ, നല്ലറ, അങ്ങനത്തെ കുറെ വേർബ്സ് ഉണ്ടാവുമല്ലോ ഫെയില്. കത്തബ, നല്ലറ, സെമിയ, അങ്ങനത്തെ 20 വേർബ്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ ചെയ്യേണ്ട കാര്യം കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം അത് നമ്മൾ കുറെ ചെയ്യുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. അതാ പറയുന്നത്. 20 വേർബ്സ് എടുത്തിട്ട് അത് മാളിയുടെ 4 ഫോമിലേക്കും മുലാരിന്റെ 4 ഫോമിലേക്കും ദെൻ അമ്രിലേക്കും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ 20 വേർബ്സ് എടുക്കുക. 20 വേർബ്സ് മാളിയിലേക്കും മുലാരിയിലേക്കും അമ്രിലേക്കും ഒന്നിട്ട് നോക്കുക. മാളി എന്ന് പറയുമ്പോ അതിന്റെ 4 ഫോം ഉണ്ടാവും. മുലാരിയുടെ 4 ഫോമിൽ വരും. ദെൻ അമ്ര. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, ഒരു 20 വേർബ്സിൽ. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ പേജ് നമ്പർ 27ലാണ്. അൽ ഫാഇല്. ഫാഇല് പറഞ്ഞ എന്താ? ഫിഇല് പറഞ്ഞാൽ പ്രവൃത്തിയാണ് അല്ലേ. ഫിഇല് ഒരു പ്രവൃത്തിയാണ്. ഫാഇല് പറഞ്ഞാലോ ആ പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് എന്ത് പറയാ, ഫാഇല് എന്ന് പറയാ. ഓക്കെ, ഫിഇല് പറഞ്ഞാല് പ്രവൃത്തിയാണ്. ഇപ്പോൾ പറയാണ് കുട്ടി വെള്ളം കുടിച്ചു. ഇവിടെ ഏതാണ് ഫിഇല്? കുടിച്ചു എന്നുള്ളതാണ് അല്ലേ. ഫാഇൽ, ആ പ്രവൃത്തി ആരാ അവിടെ ചെയ്തത്? കുട്ടിയാണ്. ആ കുട്ടീനെയാണ് നമ്മൾ എന്ത് പറയാ, ഫാഇൽ എന്ന് പറയാ. ഓക്കെ, മനസ്സിലായല്ലോ? എന്നാൽ നമുക്ക് അതിന്റെ ഒന്ന് വായിച്ചു നോക്കാം. അതിന്റെ തമ്രീനകത്ത് എന്ന് പറയുന്നത് 27ല് 28ലാവും അതിന്റെ കായിക വരുന്നത് അല്ലെ. എന്താണ്? പേജ് നമ്പർ 28ല് അൽ ഫാഇൽ, അതിന്റെ കായിക നോക്കൂട്ടോ. 28ല് ഇസ്മു മർഫൂൻ, അതെന്താണ്? മർഫൂ ആയിരിക്കും. ആ ഇസ്മിന് എന്തായിരിക്കും? മർഫൂ. തഖദ്ദമു ഫിഇലൻ, അതായത് ആ ഇസ്മ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇസ്മ ആയിരിക്കും വരിക. ഒരു ക്രിയക്ക് ശേഷം വരികയും ആ ക്രിയ ചെയ്തത് ആരാന്ന് വ്യക്തമായി പറയുന്ന പദമാണ് ഫായില്. ഇത് എപ്പോഴും എന്തായിരിക്കും? മർഫൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇസ്മു മർഫൂ ആയിരിക്കും. തഖദ്ദമു ഫിഇലൻ, അത് ആ ഫെയിലിന് എപ്പോഴും മർഫൂ ആയിരിക്കും. അതിന്റെ അവസാന അക്ഷരത്തിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? മർഫൂ. എന്താന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് എന്ത് പറയുന്നത്? ക്രിയ ചെയ്ത ആളെ വ്യക്തമാക്കുന്നതാണ് എന്ത്? ഫായില്. ഇനി മർഫൂ എന്താന്നൊരു ഡൗട്ട് ഉണ്ടാവും. മർഫൂ എന്ന് വെച്ചാല് ഫത്തഹയെ നമ്മൾ എന്താ പറയാ? നസ്ബ് എന്നാണ് പറയാ. ഫത്തഹിനെ നമ്മൾ ഗ്രാമറിൽ ഉപയോഗിക്കുമ്പോൾ ഫത്തഹ് എന്ന് പറയില്ല. ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്നത് നസ്ബ് എന്നായിരിക്കും. നസ്ബ് എന്ന് പറയില്ല, അതിന് പകരം മൻസൂബ് എന്നാ പറയാ. മൻസൂബ്. ഫത്തഹിനെ നസ്ബ് എന്നാണ് പറയാ. പക്ഷെ നമ്മള് പറയുമ്പോ എങ്ങനെയാവും? മൻസൂബ് എന്നാണ് പറയാ. കെസറിന് ഫത്തഹ് കഴിഞ്ഞു കെസറിന് നമ്മൾ കെസർ എന്ന് പറയില്ല. നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഗ്രാമറിൽ നമ്മൾ അങ്ങനെയാണ് പറയാം. ഫത്തഹ് കെസർ എന്ന് പറയില്ല. ഇനി അങ്ങോട്ട് കുറച്ച് സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ പറയണം. എന്താണ്? കെസറിന് നമ്മള്
കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, നമ്മളെന്താ പറഞ്ഞ ലാസ്റ്റ്? ഫത്തഹിന്റെ കാര്യമാണ് പറഞ്ഞല്ലേ. ഫത്തഹിന് എന്താ പറയാ? നെസ്ബ് എന്നാ പറയാ. അതിന് നമ്മൾ പറയുന്ന ഒരു വേർഡ് എന്താണ്? മൻസൂബ് എന്നായിരുന്നു അല്ലെ. ഓക്കെ, ഇനി കസറിന് എന്താ പറയാ? കസറിന് ജെർ എന്നാണ് പറയാ. എന്താ പറയാ? ജെർ. ഫത്തഹിന് നെസ്ബ് മൻസൂബ് എന്ന് പറയും. കസറിന് ജെർ എന്താ പറയാ? മജ്റൂർ എന്നാണ് പറയാ. മജ്റൂർ. ദെൻ ലൊമ്മിന് റഫ് എന്നാണ് പറയാ. റഫ്. അവിടെ നമ്മൾ പറഞ്ഞ മർഫു എന്ന് പറഞ്ഞല്ലോ. ഫായിലിന് എപ്പോഴും മർഫു ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കെസറ ലൊമ്മായിരിക്കും എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഫായിൽ എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും. ഇനി അങ്ങനെ പറയുള്ളൂ കേട്ടോ. മർഫു ലമ്മത്ത് എന്ന് പറയില്ല. മർഫു ആയിരിക്കും തന്നെയാണ് പറയാ. ഓക്കെ, അപ്പൊ എന്താന്ന് ചോദിക്കരുത്. അപ്പൊ അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നെസ്ബ്, മൻസൂബ്, ജെറ്, മജ്റൂർ, റഫ്, മർഫൂ. ഓക്കെ, ഇനി ഇവിടെ പറയാണ്. നമുക്കിനി അതിന്റെ എക്സാമ്പിൾസിലേക്ക് പോവാം. പേജ് നമ്പർ 27 ഫായിലിന്റെ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. അത് കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്താ? ത്വാറൽ ഉസ്ഫൂറു. ശ്രദ്ധിച്ചോ? ത്വാറ എന്ന് പറഞ്ഞ എന്താ? ഇവിടെ ത്വാറ പറന്നു. പറന്നു. അത് മാലി, അത് എന്താണ്? അത് ഇസ്മാണോ ഫെയിലാണോ ഹർഫാണോ? ഫെയിലാണ്. ഓക്കെ, ത്വാറ ആരാ പറഞ്ഞത്? അൽ ഉസ്ഫൂറു. കണ്ടോ? ഉസ്ഫൂർ എന്ന് പറഞ്ഞ എന്താണ്? ഇതാണ് അല്ലെ. ത്വാറ ആരാ പറഞ്ഞത്? ഉസ്ഫൂർ ആണ് പറഞ്ഞത് അല്ലെ. കുരുവി അല്ലെ, കുരുവിയാണ് പറഞ്ഞത്. ഇതിൽ ഏതാണ് ഫായില്? നിങ്ങളൊന്ന് പറയൂ. ഉസ്ഫൂർ. ഉസ്ഫൂറു എന്നാണ്. ശ്രദ്ധിച്ചോ? ലാസ്റ്റ് എന്താ വന്നത്? മർഫു ആണല്ലോ, ലമ്മാണല്ലോ വന്നത്. അപ്പോ ലാസ്റ്റ് ഉസ്ഫൂറു എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫായില് അധികവും ഇസ്മാണ് വരിക. ഒരുവിധം എല്ലാ ഫായിലും എന്തായിരിക്കും? ഇസ്മാണ് വരിക. ആ ഇസ്മിന്റെ ആ ഒരു പേരിന് ലാസ്റ്റ് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക? ഫായിലിന്റെ എപ്പോഴും ലാസ്റ്റ് എന്താണ് ഉണ്ടാവുക? ലമ്മ്, മർഫ് അല്ലെ. മർഫു ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ അടയാളം. മർഫു, റഫ്. ഫായിൽ ഏതാന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ആ ഫായിലിന്, ആ ഒരു വേർഡിന് എപ്പോഴും ലാസ്റ്റ് എന്തായിരിക്കും? മർഫു ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ജറൽ ഹിസ്വാനി. ജറ പറഞ്ഞാൽ ഓടുക, ഓടി. ജറ പറഞ്ഞാൽ ഓടി. അൽ ഹിസ്വാനു ഹോഴ്സ്. ദ ഹോഴ്സ് റാൻ. കുതിര ഓടി എന്ന് പറയുമ്പോൾ ഇവിടെ ഫായിൽ ഏതാണ്? അൽ ഹിസ്വാനു. അൽ ഹിസ്വാനു. ശ്രദ്ധിച്ചല്ലോ അല്ലെ. ഓക്കെ, കുതിരയാണ് ഓടിയത് അല്ലെ. എന്താണോ, ഏതാണോ പ്രവൃത്തി, ആ പ്രവൃത്തി ആരുടെ മേലിലാണോ അവരെയാണ് എന്ത് പറയാം? ഫായിൽ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ലൈബൽ വലതു. സിമ്പിളാണ്. കുട്ടി കളിച്ചു. ദ ബോയ് പ്ലേഡ്. ഫായിൽ ഏതാ? അൽ വലതു. അൽ വലതു. ഓക്കെ, നെക്സ്റ്റ് യഊമു സമക്കു. അങ്ങനെ തന്നെ അല്ലേ അതിലുള്ളത്? ഓക്കെ, യഊമു സമക്കു. യഊമു സമക്കു എന്ന് വെച്ചാൽ മീൻ നീന്തുന്നു എന്നാണ് മീനിങ് കേട്ടോ. ദ ഫിഷ് സ്വിംസ്. ഫായിൽ ഏതാ? സമക്കു. സമക്കു. ഓക്കെ, നെക്സ്റ്റ് യൽസഉൽ ബൗലു.
ബൗൾ എന്ന് വെച്ചാല് മൊസ്കിറ്റോ ആണ് കേട്ടോ. മൊസ്കിറ്റോ, കൊതുക്. എൽസ എന്ന് പറഞ്ഞാൽ കടിക്കുക, ബൈറ്റ്സ്. ദ മൊസ്കിറ്റോ ബൈറ്റ്സ്. ഇവിടെ ഏതാണ് ഫായില് വരിക? ബൗള്. ബൗളു. ഓക്കെ. നെക്സ്റ്റ്, തഅക്കുലുൽ ബിന്തു. തഅക്കുല് പറഞ്ഞാൽ കഴിക്കുക, തിന്നുന്നു അല്ലെ. തഅക്കുല് പറയുമ്പോ മുളാരി ആണ്, അപ്പൊ തിന്നുന്നു, ഈറ്റ്സ്. ആര്? അൽബിന്തു, കുട്ടി കഴിക്കുന്നു, പെൺകുട്ടി കഴിക്കുന്നു. ഇതിൽ ഏതാണ് ഫായില് വരിക? അൽബിന്തു. ബിന്തു ഫായിലാണ്, ഫെയിലല്ല, ഫായിലാണ് ചോദിക്കുന്നത്. അതെ, അൽ ബിന്ത് എന്നുള്ളതാണ് ഫായില്. ഓക്കെ, അപ്പൊ ഫായില് കണ്ട മനസ്സിലാവുമല്ലോ അല്ലെ? ഇനി ഫായില് കണ്ട എന്തിനെ കഴിക്കുന്നു അത് ഉണ്ടാവൂലല്ലേ എന്താണ് എന്നുള്ളത്. ഉണ്ട്. മഫ്ഊലു ബിഹി നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട്. മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞിട്ടൊന്ന് വരുന്നുണ്ട്, അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇവിടെ ആരാണോ ഫായില് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ്. ഒരു വരാത്ത പ്രവൃത്തി ഉണ്ടാവുക. മഫൂന് ബിഹി വരാത്തത് മഫ്ഊലു ബിഹി അത് എന്തിന്റെ മേലെന്നൊക്കെ നാം പറയില്ലേ, അങ്ങനെ. അത് നെക്സ്റ്റ് ഉണ്ട്, ഉണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്, വൈഡായിട്ട് തന്നെ ആ ഭാഗം വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫായില് നോക്കാം. ഫായില് എന്താണ് പ്രവൃത്തി ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? ഫായില്. ഫെയില് പ്രവൃത്തി, ആ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് ഫായില് എന്നും. ആ ഫായിലിന് എപ്പോഴും ലാസ്റ്റ് എന്തായിരിക്കും? മർഫു ആയിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ അത് അധികവും എന്തായിരിക്കും? ഇസ്മായിരിക്കും, പേരായിരിക്കും, ഒരു നാമത്തിന്റെ രൂപത്തിലായിരിക്കും അത് വരിക. ഓക്കെ, നമുക്ക് അതിന്റെ ആക്ടിവിറ്റി ചെയ്താൽ ഒന്നും കൂടെ കൂടുതലായിട്ടും ക്ലിയർ ആവും. ആക്ടിവിറ്റി നോക്കാം അല്ലെ? ആക്ടിവിറ്റി എന്താ? ഫസ്റ്റ് ആക്ടിവിറ്റി തമ്രീൻ. ഫസ്റ്റ് തമ്രീൻ എന്താണ്? പേജ് നമ്പർ 28 അല്ലെ? 28 തമ്രീനാത്ത് ഫസ്റ്റ് എന്താ? ഇസ്തഖ്റിജ്, പുറത്തു കൊണ്ടുവരിക പറയുന്നത്. അൽ ഫാഇല മിൻ കുല്ലി ജുമലത്തിൻ, താഴെ തന്നിരിക്കുന്ന കുറച്ച് ജുംല ഉണ്ട്, അതിൽ നിന്നും ഏതാണ് ഫാഇൽ എന്ന് കണ്ടെത്താനാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ ഇപ്പൊ അതിന്റെ അർത്ഥം ഒന്നും അറിയില്ല, നിങ്ങൾക്ക് അത് അർത്ഥം അറിയാതെ ജസ്റ്റ് ഒന്ന് അതിൽ നിന്നും ഓരോന്നും ഫായിൽ ഏതാന്ന് കണ്ടെത്താൻ നോക്കൂ. ജസ്റ്റ് വായിച്ചാൽ കിട്ടണം, അർത്ഥം അറിയാതെ നിങ്ങൾക്ക് ആ ഫായിൽ ഏതാന്ന് കണ്ടെത്താൻ അറിയണം. പറഞ്ഞു നോക്കൂ, ഓരോന്നോരോന്ന് പറയാം. ഫസ്റ്റത്തെ ദീഖു. സ്വാഹദ്ദീഖു എന്നുള്ളതിന് ഏതാവും? ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. തിഫ്ലു. ഓക്കെ, നെക്സ്റ്റ്. തൊബീബു. ഓക്കെ, ഔലാദ്. ഓക്കെ, സഅബാൻ. ഓക്കെ, ഹാമിലു. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ്. ഫല്ലാഹു. ഓക്കെ, ഓക്കെ. നമുക്ക് അതിന്റെ അർത്ഥം കൂടെ നോക്കാം അല്ലെ? അപ്പൊ ഒന്നും കൂടെ എന്താണ് ഫസ്റ്റത്തെ? ഒരു മിനിറ്റ് കേട്ടോ. സ്വാഹദീഖു പറഞ്ഞാൽ സ്വാഹ പറഞ്ഞ എന്താ? കൂവി. അതന്നെ. ആര് കൂവി? കോഴി അല്ലേ? പൂവൻ കോഴി കൂവി എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ്. വഖഫ സൗറു. വഖഫ പറഞ്ഞ എന്താ? അല്ലെങ്കിൽ സൗറ് പറഞ്ഞ എന്താ? ഇവിടെ ബുള്ളാണ് അല്ലേ? അതെ അതെ, കാള. കാള നിലം എന്താ ഉഴുതുന്നതിനെ പറയുന്നത് കേട്ടോ, വഖഫ. വഖഫ എന്ന് പറഞ്ഞ പറിച്ചു എന്നുള്ള മീനിങ് ഉണ്ടോ? അല്ല അല്ല അല്ല, നിൽക്കുക എന്നാണ്.
വഖഫ എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് വരുന്നത് എന്താണ്? നിലം, ഈ കാളകൾ നിലം ഉഴുതുമല്ലോ, അതിന് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബക്ക തിഫ്ലു. ബക്ക പറഞ്ഞ എന്താ? കരയുകയാണ്. കരയുക, കുട്ടി കരഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ജായ് തൊബീബോ. ഡോക്ടർ വന്നു. ഓക്കെ, ഡോക്ടർ വന്നു. ഓക്കെ, നെക്സ്റ്റ് ലഇബൽ ഔലാദു. ലഇബ കളിച്ചു. ആര് കളിച്ചു? കുട്ടികൾ. ഔലാദ് പറഞ്ഞ കുട്ടികൾ, കുട്ടികൾ കളിച്ചു. ഓക്കെ, നെക്സ്റ്റ് ലസി അൽ സൊബാൻ. എന്താ സൊബാൻ എന്ന് പറഞ്ഞ? സ്നേക്ക് ആണ്, സ്നേക്ക്. ലതിയ എന്ന് പറഞ്ഞാല് കൊത്തുക, പാമ്പ് കൊത്തി എന്ന് അറിയാലോ, പാമ്പ് കൊത്തുക എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് ഇഷ്തഅലൽ ആമിലു. വാങ്ങിനാണോ? ഇഷ്തഅല വാങ്ങി. ആര് വാങ്ങി? ആമില് അല്ലെ, വർക്കർ, ജോലിക്കാരൻ വാങ്ങി. നെക്സ്റ്റ് സറഅൽ ഫലാഹു. കർഷകൻ. കർഷകൻ എന്തായി? സറഅ പറഞ്ഞാൽ വിളവെടുത്തു. വിളവെടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഹലറൽ ആഇബു. ആഇബ്, ഹലറ പറഞ്ഞ എന്താ? നോക്കി. അതിന് ഹലറ. നഗറ. ഹലറ പറഞ്ഞാൽ നമ്മള് ഹാളിർ എന്നൊക്കെ പറയില്ലേ? ഹാജരാവും. ഹാജരായി. ആര് ഹാജരായി? ആയിബ് എന്നുവെച്ചാല്, ആയിബ് എന്ന് വെച്ചാല് നമ്മള് പറയല്ലോ ആയിബ് എന്നൊക്കെ പറയില്ലേ, അതായത് വരാത്തവൻ എന്നുള്ള മീനിങ്. വരാത്തവൻ ഹാജരായി. ഓക്കെ, ആയിബ് എന്ന് വെച്ചാൽ ശൂന്യം എന്നാണ് മീനിങ്. അപ്പോ വരാത്തവൻ ഹാജരായി എന്നാണ് അവിടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫാഇലൻ ലിക്കുല്ലി ഫിഅലി മിനൽ അഫ്ആലിൽ ആത്തിയ. താഴെ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? കുറച്ച് ഫെയില് തന്നിട്ടുണ്ട്. ആ ഫെയില് വെച്ചിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? ഫായില് വരുന്ന, ഇതിന്റെ കൂടെ ഫായില് വരുന്ന ഒരു ജുംല ഉണ്ടാക്കാനാ പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അതിന്റെ മീനിങ് പറഞ്ഞുതരാം. നിങ്ങളത് എന്ത് ചെയ്യാ? ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതല്ല നല്ലത്? ഫസ്റ്റ് നബഹ. നബഹ പറഞ്ഞാൽ എന്താ? കുരച്ചു എന്നാണ്. കുരച്ചു. നമുക്ക് എന്ത് കൊടുക്കാം അവിടെ? എന്താ കൊടുക്കാം? ഞാൻ അതിന് പറയാം. നായ കുരച്ചു എന്ന് എങ്ങനെ പറയാം? നബഹൽ കൽബ്. നബഹൽ കൽബ്. ഓക്കെ, നബഹ അൽ കൽബ്, നബഹൽ കൽബ്. നെക്സ്റ്റ് എന്താ? ചിരിക്കുക, ചിരിക്കുക. പറയാ പറയുമ്പോൾ ആൺകുട്ടി തിരിച്ചു. അതന്നെ. എന്താണ്? ആൺകുട്ടി ചിരിച്ചു എന്ന് പറയുമ്പോൾ എന്താ വരിക? വലതു. അതെ, ആൺകുട്ടി ചിരിച്ചു എന്നുള്ള മീനിങ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താ? വായിച്ചു നോക്കൂ. യബ്കീന്നല്ലേ? യബ്കി. ഞാൻ പറയാണ് യബ്കിയാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും? കുട്ടി, ആൺകുട്ടി കരഞ്ഞു എന്നുള്ളതിന് എന്താ പറയാ? യബ്കി അൽ വലദ്. ഓക്കെ, നെക്സ്റ്റ് നത്തഹ. നത്തഹ പറഞ്ഞ എന്താ? കുത്തുക, കുത്തി എന്നുള്ള മീനിങ് ആണ്. കാ കുത്തി എന്ന് എങ്ങനെ പറയാം? കാള കുത്തി. സൗറു എന്ന് വേണം കേട്ടോ, സൗറു. ഓക്കെ,
നെക്സ്റ്റ് യഷ്റബു പറഞ്ഞ എന്താ? കുടിക്കുന്നു. കുടിക്കുന്നു. യെസ്. മനുഷ്യൻ കുടിക്കുന്നു, അല്ലെങ്കിൽ ദ മാൻ ഡ്രിങ്ക്സ് എന്നുള്ള എന്താ പറയാ? പുരുഷൻ. യഷ്റബു അർറജു റജുലു. അർറജുലു എന്ന് പറഞ്ഞ കേട്ടോ. അഷ്റബു അർറജുലു. ഓക്കെ. യഷ്റബു അർറജുലു. നെക്സ്റ്റ് ഒത്തസ. ഒത്തസ എന്ന് പറഞ്ഞാൽ തുമ്മുക, തുമ്മി. ഒത്തസ എന്ന് പറഞ്ഞാൽ തുമ്മി എന്നാണ്. സ്നീസിയിലെ. ഓക്കെ. അതിനെന്താ? ഞാൻ ഇവിടെ പറയാണ്, രോഗി തുമ്മി. ദ പേഷ്യന്റ് സ്നീസ്ഡ്. മരി. വെരി ഗുഡ്. എന്താണ്? അഴ്ത്തസൽ മരീലു. അഴ്ത്തസൽ മരീലു പറഞ്ഞാൽ രോഗി തുമ്മി എന്നാണ് മീനിങ്. അടുത്തത് സാഫറ അല്ലേ? സാഫറ പറഞ്ഞ എന്താ? യാത്ര. യാത്ര പോവുക. വ്യാപാരി യാത്ര ചെയ്തു. അതായത് ദ മെർച്ചന്റ് ട്രാവൽഡ്. മെർച്ചന്റിന് എന്താ പറയാ? താജിർ. കണക്ട് ചെയ്ത് നോക്കൂ. സാഫറ സാഫറ താജിറു കേട്ടോ. താജിറു. സാഫറ താജിറു. നെക്സ്റ്റ് ഇർക്കബു. ഇർക്കബു എന്ന് പറഞ്ഞാൽ നമ്മള് റൈഡ് ചെയ്യാന്ന് പറയും. റൈഡ് ചെയ്യുക അല്ലെങ്കിൽ സവാരി ചെയ്യുക എന്ന് പറയുമല്ലോ. ഇർക്കബു ശരിക്കും പറഞ്ഞാൽ യാത്ര പുറപ്പെടുക, യാത്ര കയറുക എന്നുള്ളതിന്റെ ഒരു മീനിങ് ആണ്. കയറുക. ഇവിടെ നമുക്ക് സവാരി അല്ലെങ്കിൽ റൈഡ് എന്ന് കൊടുക്കാം. കുട്ടി റൈഡ് ചെയ്യുന്നു ആണല്ലോ. കുട്ടി റൈഡ് ചെയ്യുന്നു എങ്ങനെ പറയാം? ഓക്കെ. തിഫിലും പറ്റും, വലതു എന്നും പറ്റും. ഓക്കെ. എന്താണ് ലാസ്റ്റ് എപ്പോഴും മർഫു ആയിരിക്കണം. വലതു, തിഫിലു എന്തായാലും വേണ്ടില്ല, ലാസ്റ്റ് എപ്പോഴും ലമ്മ് വരണം. ഓക്കെ. അപ്പൊ അത് മനസ്സിലായല്ലോ ആ ഭാഗം എങ്ങനെ വരികയെന്ന്? ഇനി അതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് തമ്രീൻ. തേർഡ് തമ്രീൻ ഏതാണ്? ബിഹൈസ് യകൂനു കുല്ലു വാഹിദി മിൻഹാ ഫാഇലൻ. താഴെ കൊടുത്തിരിക്കുന്ന നാമങ്ങൾ, അതായത് കുറച്ച് ഇസ്മുണ്ട്, അതിൽ ഓരോന്നും ഫായില് കൃത്യമായി വരണം അല്ലെ? ഫായില് വരണം. ഫായില് വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഫായിലാണ് തന്നിട്ടുള്ളത്, അത് കൂടെ നമ്മൾ എന്താക്കണം? വേർഡ്സ് എഴുതാനാണ്. അപ്പൊ ഞാൻ അതിന്റെ ഓരോന്നിന്റെയും മീനിങ് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ്? നിങ്ങൾ പറയൂ, ഓരോന്നോരോന്നായിട്ട് പറയൂ. തിൽമീസ് എന്താണ്? തിൽമീസു വിദ്യാർത്ഥി. വിദ്യാർത്ഥി, സ്റ്റുഡന്റ്. ഓക്കെ. നെക്സ്റ്റ് അസാലബ്. അസാലബ് ആരാണ്? സാലബ് കുറുക്കനാണ് കേട്ടോ. കുറുക്കൻ. അടുത്തത് അർറജുൽ എന്താ? മാൻ അല്ലേ? പുരുഷൻ എന്ന് പറയല്ലോ, മാൻ. അടുത്തത് സഫീനത്ത്. മാമാന് സഫീന കപ്പൽ. കപ്പൽ, ഷിപ്പ്. യെസ്, അതന്നെ. നെക്സ്റ്റ് അന്നംലു. ഞമ്മളെന്താ? ആൻഡ്. ഓക്കെ. ഉറുമ്പ്. നെക്സ്റ്റ്
അടുത്ത എന്താ? നെഹ്ലത്തുൻ. നെഹ്ല പറഞ്ഞ എന്താ? തേനീച്ച, ഹണിബി. നെക്സ്റ്റ് ഖാദിമു. അൽ ഖാദിമു എന്ന് പറഞ്ഞാൽ സെർവന്റ്. സെർവന്റ്. നെക്സ്റ്റ് അൽ ജുന്ദു. അൽ ജുന്ദിയു. ജുന്തി എന്ന് വെച്ചാൽ സോൾജിയർ, പട്ടാളക്കാരെന്ന് പറയുമല്ലോ. ജുന്തിയു, സോൾജിയർ. അൽ ജുന്ദൂന. ജുന്തു എന്നാണ്. എന്തായാലും വേണ്ടില്ല, സോൾജിയർ ആണ്, പട്ടാളക്കാരൻ. ഇത്രയും വെച്ചിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? നിങ്ങള് വേർഡ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക, പറ്റുമോ നോക്ക്. എക്സാമ്പിൾ ഒന്നിന്റെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഏതാ ഫസ്റ്റ് ഉള്ളത്? തിൽമീസ്. തിൽമീസിന്റെ എന്താ? കുട്ടികൾ അല്ലേ? സ്റ്റുഡന്റ് അത് പറയൂ. നിങ്ങൾക്കറിയാം. വിദ്യാർത്ഥി പാഠം എഴുതി എന്ന് പറയുമ്പോ എങ്ങനെ വരിക? വിദ്യാർത്ഥി പാഠം എഴുതി. കതബ തിൽമീസു. എന്താ എഴുതിയത്? അദ്ദർസ്. അതന്നെ, കതബ തിൽമീസു അദ്ദർസ്, പാഠം എഴുതി. തിൽമീസു എന്ന് തന്നെ എഴുതി. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. മർഫു ആയിരിക്കണം ലാസ്റ്റ്. കതബ വരണോ? എങ്ങനെ? ഫസ്റ്റ് വരണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി അതില്? കതബ എഴുതി, ആരെഴുതി? തിൽമീസ്. തിൽമീസു എന്ന് വരണം. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. തിൽമീസു, കാരണം ഫായിലിന് എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും എന്നുള്ളൊരു നിയമം വെച്ചിട്ടാണ് തിൽമീസു എന്ന് തന്നെ വരണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ദർസക്ക എന്ന് പറയുമ്പോ എന്താ? അത് എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തതാണ്. അത് ലാസ്റ്റ് തന്നെ നമുക്ക് എന്ത് വരണമെന്നില്ല, ഫായില് വരണമെന്നില്ല കേട്ടോ. ഫെയില് കഴിഞ്ഞാൽ അടുത്ത ഫായില് വരും. അങ്ങനെയാണ്. അത് ലാസ്റ്റ് തന്നെ ഫായില് വരണം അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങളത് എഴുതി നോക്കുക സ്വന്തമായിട്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, എങ്ങനെ എന്തൊക്കെ. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കുക, ശ്രമിക്കുക. അപ്പൊ ഇൻഷാ അള്ളാ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ഭാഗങ്ങള് ഫെയില്, മാലരി, മുള്ളാരി, അമ്ര്, പരമാവധി ഒരുപാട് വേർബ്സ് ഒക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യാം. അപ്പോ ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും. ശുക്രൻ, ജസാക്കല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടിട്ട് കുറേ